ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പറമ്പുകളിൽ നിന്ന് കിളികളും അണ്ണാനും ഒക്കെ കൊത്തി തിന്നുന്ന പപ്പായ കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ഷേക്ക് ഉണ്ടാക്കാം. നമ്മളിൽ പലർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല പഴമായിട്ട് കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഡിഷസ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. പഴങ്ങളൊന്നും കഴിക്കാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാണെങ്കിലും കുടിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പപ്പായ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കാം. പപ്പായ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. പപ്പായ മുഴുവൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് പാലും കൂടി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം നമ്മളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നേരത്തെ എടുത്ത പപ്പായയുടെ ഒരു 2 പീസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടാൻ ചെറിയ ചെറിയ പീസുകളാക്കി ഇടാം. അതിനായിട്ട് ആ പപ്പായ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട്. പപ്പായയൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കിയതിന് ശേഷം ഇനി നമുക്ക് വേണ്ടുന്നത് പോമോഗ്രാനൈറ്റ് ആണ്, അതായത് മാതള നാരങ്ങ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ആ അല്ലികളൊന്ന് എടുക്കാം. നമ്മുടെ പപ്പായയുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫില്ല് ചെയ്യാം. അതിനായിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച ആ പപ്പായയുടെ ചെറിയ ചെറിയ പീസുകളും കുറച്ച് മാതളത്തിൻ്റെ അല്ലികളും ഇട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി ഭാഗത്തോളം ഷേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ പപ്പായയുടെ പീസുകളും മാതളത്തിൻ്റെ അല്ലികളും ഇട്ട് വീണ്ടും അതിൻ്റെ പുറത്തേക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഗ്ലാസ് ഫില്ലാവുന്നത് വരെ നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഗ്ലാസ് ഫില്ലായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കാണിത്. എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റുമാണ്. പപ്പായ പഴമായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും നമ്മുടെ കുഞ്ഞു പിള്ളേർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ. ലവ് ആൻഡ് മൊമെൻറ്റ്സ് ബൈ അച്ചൂസ്.